പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 നവംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം എന്നല്ല, നമ്മുടെ ആയുസിന്റെ ഈ പ്രഭാതം വരെ അതിശയകരമായി അത്ഭുതകരമായി അതാത് ഇടങ്ങളിൽ പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി ലഭിക്കപ്പെട്ടിരിക്കുന്നത് സഭാപ്രസംഗികളുടെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യം. എക്ലേസിയാസ് chapter 7 verse 29 നാം ഇപ്രകാരം വായിക്കുന്നു: ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഇസ്രയേലിന്റെ 3-ാമത്തെ രാജാവ് അനേക ആത്മീക ഭൗതിക മർമ്മങ്ങളെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്, നന്മയുള്ളവനായിട്ടാണ്, സത്യമുള്ളവനായിട്ടാണ്, പരമാർത്ഥതയും ആത്മാർത്ഥതയും ഉള്ളവനായിട്ടാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് സൂത്രങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി ജീവിതം സൂത്രങ്ങളുടെ മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, അങ്ങനെ ദൈവം വിഭാവന ചെയ്ത മനുഷ്യന്റെ നന്മ നിറഞ്ഞ ജീവിതം സൂത്രങ്ങളാൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കിയത്, ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അവരെ തോട്ടത്തിലാക്കി, തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും. അവിടെ അപാകതയും വീഴ്ചയും സംഭവിച്ചപ്പോൾ മനുഷ്യൻ നിലനിൽപ്പിനു വേണ്ടി സൂത്രങ്ങളും ഉപായങ്ങളും പ്രയോഗിക്കുവാനും പുതിയ പുതിയ സൂത്രങ്ങൾ കണ്ടെത്തുവാനും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പുതിയ പുതിയ സൂത്രങ്ങൾ കണ്ടെത്തുന്നവനാണ് ഏറ്റവും മിടുക്കൻ, വിദഗ്ധൻ എന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ സാമൂഹ്യ ജീവിതം അധപ്പതിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നേരോടെ ജീവിക്കുവാനായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കപ്പെടുന്നതിന് മുമ്പേ, നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ, എനിക്ക് വേണ്ടത് ഈ ഭൂമിയിൽ, ഭൂമിയുടെ പരപ്പിന് മുകളിൽ, ഭൂമിക്ക് താഴെ, ഈ 3 ഇടങ്ങളിലും എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ അപ്പൻ കരുതിയിട്ടാണ് എനിക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് അത് അനുഭവിച്ച് നേരോടെ നടക്കേണ്ട മനുഷ്യൻ അതിന് വിപരീതമായി ദൈവം നൽകിയ റിസോഴ്സസിനെ മിസ്യൂസ് ചെയ്യുകയും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അത് ദുർവ്യയം ചെയ്തിട്ട് സൂത്രങ്ങൾ അന്വേഷിക്കുകയാണ്, പല പല തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയെയും സൃഷ്ടിപ്പിനെയും പ്രകൃതിയെയും നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സൂത്രങ്ങളും ഉപായങ്ങളും കുതന്ത്രങ്ങളും മാറ്റിവെച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് എന്നെയും നിങ്ങളെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്? നേരോടെ സത്യത്തോടെ ജീവിക്കാൻ. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. ഈ പകൽ നേരോടെ നമുക്ക് ജീവിക്കാം. ഒരു വീക്കെൻഡിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നേരില്ലാതെ എന്തൊക്കെ നാം ചെയ്തു, എന്തൊക്കെ നാം നേടി, ശമ്പളവും കിമ്പളവും കൈപ്പറ്റിയോ, അനേക വേണ്ടാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിന്നുവോ, നേരല്ലാത്ത
അസത്യത്തിന് നാം ചാഞ്ഞു കൊടുത്തുവോ അനുകൂലിച്ചുവോ ഈ പകലിൽ ദൈവത്തോടത് ഏറ്റുപറയാം. കർത്താവേ, അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. ഇനിയും ആവർത്തിക്കാതെ വേണം നേരോടെ ജീവിപ്പാൻ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നേരോടെ ജീവിക്കുവാനാണ്. അത് ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പിഴവുകളെ ഞാൻ ഏറ്റുപറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സക്കായിയുമായ യേശു കൂട്ടുമുട്ടിയപ്പോൾ സക്കായിയുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന പിഴവുകൾ, കുറവുകൾ, തെറ്റുകൾ, അപാകതകൾ യേശുവിനോട് ഏറ്റുപറയുക മാത്രമല്ല, താൻ ചെയ്ത കുറവുകൾ തിരിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നികത്തുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നേരോടെ നമുക്ക് ജീവിക്കാം. നഷ്ടങ്ങൾ വന്നോട്ടെ, മറ്റുള്ളവർ നമ്മളെ മണ്ടനെന്ന് വിളിച്ചെന്നേക്കാം, വിഡ്ഢിയെന്ന് വിളിച്ചെന്നേക്കാം, പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ നോക്കി പറയും, അതെ, നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തോട് കൂടിയ അല്പം മതി. അതാണ് നേരുള്ളത്. അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അല്ലാത്തതെല്ലാം വ്യസനത്തിന് കാരണമാവുകയുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മുടെ അടുത്ത തലമുറ അത് നശിപ്പിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിനും കുടുംബത്തിന്റെ പേരുദോഷത്തിനും കാരണമാക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നേരോടെ നാം നേടുന്നത്, സമ്പാദിക്കുന്നത്, ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കുമ്പോൾ, മറ്റൊരാളുടെ വേദന അറിഞ്ഞ് ആളിനെ ഉള്ളു തുറന്ന് കരുതുമ്പോൾ മാത്രമല്ല, ഏത് വിധേനയും മറ്റൊരാളുടെ നന്മ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ, ഗൈഡ് ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ഉരുവാക്കിയതിന്റെ ഉദ്ദേശം പൂർണ്ണമാവുകയാണ്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നേരോട് ജീവിപ്പാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ ദിനം ഞാൻ നിങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുന്ന മേഖലകളിൽ, യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു കാരണവശാലും ദൈവഹിതത്തിന് വിപരീതമായി സംസാരിക്കുവാൻ, ഇടപെടുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടവരാതെ വേണം നേരോടെ നിന്ന് ത്യാഗവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും നേരിട്ടാലും അത് നേരോടെ, സന്തോഷത്തോടെ, ത്യാഗ മനോഭാവത്തോടെ സഹിക്കുവാൻ, അതിജീവിപ്പാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഇവിടെ നാം ബുദ്ധിമുട്ട് താൽക്കാലികമായി നേരിട്ടാലും നിത്യത തുറമുഖത്ത് ദൈവകൃപയോടുകൂടി അനേകം മാനങ്ങളും അനുഗ്രഹങ്ങളും കിരീടങ്ങളും പ്രാപിച്ച് യുഗായുഗങ്ങൾ വസിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ ഇന്നത്തെ പകൽ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും പകലായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും നേരോടും സത്യസന്ധതയോടും കൂടെ ജീവിച്ച് അനേകർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സത്യത്തോടും നേരോടും ആത്മാർത്ഥതയോടും ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമാണല്ലോ. എന്നാൽ ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സത്യവും നേരും വിട്ടുകളഞ്ഞ് സൂത്രങ്ങളെ അന്വേഷിക്കുകയും സൂത്രങ്ങളെ പ്രയോഗിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ അരിഷ്ടതയിലും കഷ്ടതയിലും ആയിരിക്കുന്നു. ആ സത്യം ഇന്നത്തെ പ്രഭാത സന്ദേശത്തിൽ കൂടെ ഞങ്ങളെ ബോധ്യമാക്കിച്ചതിനായി സ്തോത്രം. അതനുസരിച്ച് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുകയും പുതിയ തീരുമാനത്തോടെ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഇതാ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സത്യത്തിന്റെയും നേരിന്റെയും പകലാക്കി അനേകർക്ക് മാതൃകയും സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സത്യത്തോടും നേരോടും കൂടെ ജീവിച്ച് സൂത്രങ്ങളെയും ഉപായങ്ങളെയും അകറ്റി നിർത്തി ദൈവകൃപയിൽ വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. God bless us all.